ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെക് വിത്ത് ആദ്യം എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നടക്കുന്ന അടിപൊളി ചിക്കൻ പിസയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 3/4 ഗ്ലാസ്സോളം ആണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. കപ്പളം എടുത്താലും മതി. 3/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ. ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു നുള്ള് ഉപ്പിട്ടിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യുക. നന്നായിട്ട് അരിയിപ്പിച്ചെടുക്കണം. നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്ക് 2 കപ്പ് മൈദ എടുക്കാം. ഗ്ലാസ് അളവാണ് കേട്ടോ. സെയിം നമ്മളിപ്പോൾ ഏതിലാണോ 3/4 ഗ്ലാസ് വെള്ളം എടുത്തില്ല, അതിൽ തന്നെ അതേ സെയിം ഇതിലാണ് മൈദ എടുക്കുന്നത്. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ, ഏത് ഓയിലായാലും കുഴപ്പമില്ല. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നമുക്കതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. നമുക്കപ്പോൾ ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും കലക്കി വെച്ച് വെള്ളം എടുത്ത് ഒഴിക്കാം. അത് മുഴുവനായി ഒഴിച്ചിട്ട് നല്ല രീതിക്ക് തന്നെ കുഴച്ചെടുക്കുക. ഈ പിസയുടെ മാവ് എങ്ങനെ ഇരിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ ഒട്ടിപ്പിടിക്കുന്ന വെള്ളം കൂടിയതുപോലെയൊക്കെ ഉണ്ടാവുന്ന ഒരു ഇതാണ് ഇരിക്കേണ്ടത്. അതുപോലെ ഇരിക്കണം. നന്നായി അപ്പോൾ പൊടിയിട്ട് മിക്സ് ചെയ്ത് ചപ്പാത്തി മാവ് പോലെ ഒന്നും ആക്കിയെടുക്കരുത്. കണ്ടോ, അങ്ങനെ കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ആ പരുവത്തിലാണ് ഇരിക്കേണ്ടത്. നല്ല രീതിക്ക് തന്നെ മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇനി നമുക്കത് റെസ്റ്റിന് വയ്ക്കാം. 1 മണിക്കൂർ റെസ്റ്റിന് വെക്കണം. അപ്പോൾ ആ സമയം കൂടി നമുക്ക് പിസ്സ സോസ് എടുത്ത് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം മതി. ഒരു 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം സവാള വേണം. ഇതൊരു സവാളേൻ്റെ ചെറുതായതുകൊണ്ട് ഞാൻ ഒന്നെടുത്തത്. ക്യാപ്സിക്കം ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ. സവാള ഇട്ടു. ചെറിയ സവാളയാണ് കേട്ടോ. പിന്നെ 2 തക്കാളി. ഇതെല്ലാം മിക്സിയിലിട്ട് അടിക്കണം. വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കണം. മസാല ഒന്നും ഇതിക്ക് ചേർക്കണ്ട. നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ചേർക്കാവുന്നതാണ് മസാല എല്ലാം. നന്നായിട്ടിത് അടിച്ചെടുക്കണം. പച്ച ക്യാപ്സിക്കം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. കണ്ടോ, നല്ല പിസ്സ സോസ് ഇതായിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കത് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളം ഉണ്ട്. അത് വീണപ്പോഴാണ് ചെറിയ സ്പാർക്ക് വന്നത്. അത് കുഴപ്പമൊന്നുമില്ല. ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തിട്ട് കുറച്ച് മസാലാസ് അതിലേക്ക് ചേർക്കാനുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യേണ്ടത്. പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് മസാലാസൊക്കെ ചേർത്തിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണം. എന്നാലും ആ തക്കാളിയുടെ എല്ലാം പച്ച മണക്കൊന്ന് പോയി കിട്ടുള്ളൂ. നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യാം. അപ്പോൾ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ആവിയെല്ലാം തട്ടി പെട്ടെന്നായി കിട്ടും. ലോ ഫ്ലെയിമിലാണ് കേട്ടോ. പക്ഷെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഉണ്ടോ നല്ല കട്ടിക്ക് വരണം. നല്ല കട്ടിയായിട്ടുള്ള സോസ് റെഡി ആവുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്.
കുറച്ച് സമയം വേണ്ടുള്ളൂ ഇത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട്. നല്ല കട്ടിയായിട്ട് ഇവിടെ പിസ്സ സോസ് ഇവിടെ റെഡി. അത് നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചൂടാറിയിട്ട് അപ്പോൾ ഉണ്ടോ റെസ്റ്റിന് വെച്ചതുണ്ടോ ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വെച്ചതാണ്. ഉണ്ടോ നമ്മൾ ഇട്ടതിന് ഡബിൾ സൈസ് ആ പാത്രം നിറഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നോക്കണം ഇടയ്ക്ക് റെഡിയായോ, അല്ലെങ്കിൽ ഒരുപാട് സമയം വെച്ചാൽ മാവ് കേടുന്ന് പോവും. അപ്പോൾ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ പാനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ മാവ് ഇപ്പോഴും കണ്ട് കൈ മുട്ടി പിടിക്കുന്ന പരുവാണ് കേട്ടോ മാവ്. അതുകൊണ്ടാണ് ഓയിൽ അപ്ലൈ ചെയ്ത്. കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്താൽ മതി. മാവിൻ്റെ മുകളിലും കുറച്ച് അപ്ലൈ ചെയ്യണം. അപ്പോൾ കൈമൊന്നും ഒട്ടി പിടിക്കില്ല. നമുക്കൊരു പിസയുടെ ഷേപ്പിൽ ഏകദേശം ഇതാക്കി എടുക്കാം. തറ്റത്തൊക്കെ ഒന്ന് പൊന്തി വേണം നിൽക്കാൻ. കണ്ടോ ഇങ്ങനത്തെ ഒരു ഷേപ്പ് വേണം കേട്ടോ. തറ്റത്തൊക്കെ ഒന്ന് പൊന്തി നിൽക്കണ പോലത്തെ. അല്ലെങ്കിൽ ചിലപ്പോൾ ചീസ് മെൽട്ടായി പോകും. അപ്പോൾ താഴേക്ക് പോയിട്ട് ഒട്ടി പിടിക്കുക ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ പരത്തിയത്. ഇനി ഫോർക്ക് വെച്ച് ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സോസൊക്കെ നിറങ്ങാൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പിസ്സ സോസ് അതിലേക്ക് ഇട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നല്ല ടേസ്റ്റാണ് ആ പിസ്സ സോസ് അതിൽ ഉണ്ടാകുമ്പോൾ. ചൂടാറിയതിന് ശേഷം വേണ്ടോ പിസ്സ സോസ് അതിലേക്ക് തേക്കാൻ. അതുകൊണ്ടാണ് ഞാൻ റെസ്റ്റിന് വെക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. നമുക്കിതിലോട്ട് ചിക്കൻ്റെ പിസ്സയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ വെജിറ്റബിൾ പിസ്സ ആണെങ്കിൽ വെറും വെജിറ്റബിൾസൊക്കെ ഇട്ട് ഉണ്ടാക്കാം. ഞാൻ കുറച്ച് ചിക്കൻ വറുത്തെടുത്താണ്. ബോൺലെസ് ചിക്കൻ ഇട്ട് നല്ല ടേസ്റ്റാണ്. ചിക്കൻ ഒന്ന് പരത്തിയൊക്കെ ഒന്ന് വെക്കണം. വേണമെങ്കിൽ ക്യാപ്സിക്കം മാത്രം ഇട്ട് ചെയ്യാം, വെറും ചീസ് ഇട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. നമുക്കിത് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം ഇടാം. നമുക്കിതിലോട്ട് കുറച്ച് സവാള ഇട്ടാൽ മതി. കൂടുതൽ വെജിറ്റബിൾസ് ആയാൽ വലുതായിട്ട് ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഇതിലോട്ട് മൊസറല്ല ചീസ് ഇടണം. മൊസറല്ല ചീസ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ പോയി കണ്ടു നോക്കുക. അല്ലെങ്കിൽ നമുക്കിത് കടയിൽ നിന്ന് വാങ്ങാൻ 20 റുപ്പീസുള്ളൂ ഈ ചീസിന്. ഈ ചീസ് ചേർത്താലും മതി. ഹട്ടൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ചീസാണ്. പക്ഷെ നമ്മുടെ മൊസറല്ല ചീസ് പോലെ സ്റ്റിക്കി ആയിട്ട് കിട്ടില്ല. മൊസറല്ല ചീസ് ആകുമ്പോൾ നന്നായി സ്റ്റിക്കി ആയിട്ട് കിട്ടും. അപ്പോൾ മൊസറല്ല ചീസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരുപാട് ചീസ് ചേർത്താൽ നല്ല ടേസ്റ്റ് ആകും. ഈ പാനത്തൊരു ദോശക്കല്ല് 10 മിനിറ്റ് ചൂടാക്കിയിട്ടുണ്ട്. മുകളിലേക്ക് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ദോശക്കല്ല് ചൂടാക്കിയത്. അതിൻ്റെ മുകളിലേക്ക് വേണം ആ പാൻ വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിം ആക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലാക്കണം. കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യരുത്. അതൊരു 30 മിനിറ്റ് അവിടെ ഇരിക്കണം. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുത്താൽ ആവിയൊക്കെ തട്ടി നന്നായിട്ട് വെന്ത് വരും. കരിയാതെ നമ്മൾ നോക്കണം. ഇനി ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കുന്ന അവസ്ഥ നോക്കുകയാണ്. നല്ല രീതിക്ക് മെൽറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ല പീസ് ഒന്നുകൂടി റെഡി ആവാനുണ്ട്. 30 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇനി ഒരു 5 മിനിറ്റോളം ഇരിക്കണം. കണ്ടോ ചീസ് നല്ല സ്റ്റിക്കി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം ഞാൻ കാണിച്ചു തരാം. ഒട്ടും തന്നെ കരിഞ്ഞു പോയി നല്ല ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം ഇരിക്കാൻ. നമുക്കൊന്നുകൂടി ഒരു 5 മിനിറ്റ് കൂടി വെക്കാം. ഒരു വെയിറ്റ് ഞാൻ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ കണ്ടോ അടിപൊളി പിസ്സ ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റാണ്. സ്റ്റിക്കി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എത്രയുള്ളൂ നമ്മുടെ പിസ്സ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണെന്ന ബെല്ലെ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തതിൻ്റെ വീഡിയോസിൻ്റെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഷെയറും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.